പണം നഷ്ടപ്പെടുമെന്നുള്ള പേടി, സമയമെടുത്ത് പഠിക്കാനുള്ള മടി, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഫണ്ടമെന്റൽസ് ഒന്നും തന്നെ നോക്കാതെ, മാർക്കറ്റ് ഇടിയുമെന്നുള്ള ടെൻഷൻ ഇല്ലാതെ, എന്നാൽ ലോങ് ടേമിൽ നല്ല റിട്ടേൺസ് തരുന്ന കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? എന്നാൽ അങ്ങനെ ഒരു സ്റ്റോക്ക് ഉണ്ട്, നിഫ്റ്റി ബീസ്. ശരിക്കും ഇതൊരു സ്റ്റോക്ക് അല്ല, എങ്കിലും പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്കിതൊരു സ്റ്റോക്ക് ആയിട്ട് കണ്ടാൽ മതി. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നിഫ്റ്റി ബീസ്, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. My name is Irshad. Welcome to marketfeed. നിഫ്റ്റി ബീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് എന്താണ് നിഫ്റ്റി എന്നുള്ളത്. അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പുള്ള ഹൈ ടോപ്പ് കമ്പനീസ് ആയിട്ടുള്ള 50 കമ്പനീസിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ജാർഗൻ ഒന്നും മനസ്സിലാക്കേണ്ട, അതായത് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതിന് പകരമായിട്ട് അത് നമ്മുടെ എക്സ്ചേഞ്ച് ആയിട്ട് ചെയ്തോട്ടെ, അവർ ആ ഇക്വേഷൻസ് ഒക്കെ ഇട്ടിട്ട് ടോപ്പ് 50 കമ്പനീസിന്റെ പെർഫോമൻസ് ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്, നിഫ്റ്റി തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 50 കമ്പനീസിന്റെ പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നിഫ്റ്റിയുടെ വാല്യൂ കൂടുകയായിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ പെർഫോമൻസ് കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ നിഫ്റ്റിയുടെ വാല്യൂ കുറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിഫ്റ്റി എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നിഫ്റ്റി ബീസ് എന്താണെന്നുള്ളത് നോക്കാം. നിഫ്റ്റിയെ ട്രാക്ക് ചെയ്യുന്ന ഒരു ETF ആണ് നിഫ്റ്റി ബീസ്. ETF എന്ന് കേട്ടിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ ഒരു സ്റ്റോക്ക് ആയിട്ട് കണക്കാക്കാം. NSEയിൽ ട്രേഡ് ചെയ്യുന്ന ഈ 50 കമ്പനികൾ, ടോപ്പ് ആയിട്ടുള്ള 50 കമ്പനികളിലെ പെർഫോമൻസിന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി എന്ന് പറഞ്ഞു. ഈ 50 കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെ നിഫ്റ്റിയുടെ വാല്യൂ, അതായത് 50 കമ്പനികളുടെ മൂല്യം കൂടുന്ന സമയത്ത് നിഫ്റ്റിയുടെ വാല്യൂ കൂടുന്നു. നിഫ്റ്റിയുടെ വാല്യൂ കൂടുമ്പോൾ നിഫ്റ്റി ബീസിന്റെ വാല്യൂ കൂടുന്നു. സെയിം ലൈക്ക് ദാറ്റ് നമ്മുടെ നിഫ്റ്റിയുടെ വാല്യൂ കുറയുന്ന സമയത്ത് നിഫ്റ്റി ബീസിന്റെ വാല്യൂ കുറയുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എന്തിനാണ് നിഫ്റ്റി ബീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? പ്രധാനമായും 3 കാര്യങ്ങളാണുള്ളത്. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണും പൂട്ടി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം നിഫ്റ്റി 50സിലുള്ള ടോപ്പ് കമ്പനീസ് ആയതുകൊണ്ട് ഫണ്ടമെന്റലി വളരെ വളരെ സ്ട്രോങ് ആണ് ഇതിന്റെ. അപ്പോൾ നമ്മൾ ചോദിക്കുമായിരിക്കും, ഐഡിയ പോലുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നം സംഭവിക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോഴാണ് രണ്ടാമത്തെ കാര്യം വരുന്നത്. എന്താണ്? അതായത് എല്ലാ ഇയറിലും, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 50 കമ്പനികളല്ലാതെ 51ാമത്തെ കമ്പനി ഉണ്ടാവും. അത് ഈ 50ാമത്തെ കമ്പനിയേക്കാളും കൂടുതൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കമ്പനി പുറത്താവുകയും ഈ നന്നായി പെർഫോം ചെയ്യുന്ന കമ്പനി 50 കമ്പനികളുടെ ഉള്ളിൽ വരുന്നതുമായിരിക്കും. അപ്പോൾ ഇവിടെ, അതായത് നിഫ്റ്റിയിൽ ബാലൻസിങ് അല്ലെങ്കിൽ റീബാലൻസിങ് സംഭവിക്കുന്ന സമയത്ത് നിഫ്റ്റി ബീസും റീബാലൻസിങ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊന്നും ചെയ്യാതെ, നമ്മളൊന്നും അറിയാതെ ചുമ്മാ ഒരു കോഫിയും കുടിച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാവുന്നതാണ്. ഇനി നമ്മൾ 3ാമത്തെ കാരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിനേക്കാളും ബെറ്റർ റിസൾട്ട്സ് തന്നിരിക്കുകയാണ് നമ്മുടെ നിഫ്റ്റി ബീസ്. നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ ഡാറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടേബിളിൽ കാണാവുന്നതാണ്, നമുക്ക് പല മ്യൂച്വൽ ഫണ്ടിനേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ബീസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്തിനാണ് നമ്മൾ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സാധാരണ പോലെ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബ്രോക്കർ എടുക്കുക, സെർച്ച് ചെയ്യുക, നിഫ്റ്റി ബീസ് എന്ന് കാണുന്ന അതേ നിഫ്റ്റി ബീസിൽ നമുക്ക് വേണ്ട എത്രയാണോ ക്വാണ്ടിറ്റീസ് അത് വാങ്ങിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ മനസ്സിലാക്കി? എന്താണ് നിഫ്റ്റി, എന്താണ് നിഫ്റ്റി ബീസ്, എന്തിനാണ് നമ്മൾ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് തന്നെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, കുറഞ്ഞ മൂല്യം ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇപ്പോഴത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 186 രൂപ മാത്രമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ ലിക്വിഡിറ്റി ഉള്ള ഒരു ETF ആണ്. അതായത് നിങ്ങൾക്ക് മാർക്കറ്റിൽ എപ്പോഴും വാങ്ങിക്കാനും ആൾക്കാരുണ്ടാവും, വിൽക്കാനും ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് വാങ്ങാനും വിൽക്കാനും പറ്റും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF-കൾ നമ്മൾ കൈകാര്യം ചെയ്യാനുള്ള മെയിൻ്റെനൻസ് ചാർജസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് വരുന്ന ചാർജസുകളൊക്കെ താരതമ്യേന കുറവാണ്. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ,
ഇത് ട്രേഡേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഫണ്ട് നിങ്ങൾക്ക് പ്ലെഡ്ജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പ്ലെഡ്ജിങ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയും അഡ്വാൻറ്റേജസ് മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് നിഫ്റ്റി ബേസ് വളരെ വോളറ്റൈൽ ആണെന്നുള്ളതാണ്. മാർക്കറ്റിലെ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ ഇതിൽ ചാഞ്ചാട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് രാജ്യത്തുള്ള ടോപ്പ് 50 കമ്പനീസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 50 കമ്പനികൾ ലോങ് ടേമിലേക്ക് വളരാതിരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ബാധിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇത് ഒരു ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത്. അല്ല എങ്കിൽ ഇതിനു പുറമെ നമ്മളുടെ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം നമ്മൾ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടിലേക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ നിഫ്റ്റി ബേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലാക്കി. അപ്പോൾ ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് കടക്കാം. 1996 നിഫ്റ്റി ആരംഭിച്ചത് മുതൽ 2008, 2020 കാലയളവിൽ നിഫ്റ്റി വലിയൊരു തകർച്ച നേരിട്ടിട്ടുണ്ട്. എന്നിട്ടും ഇതെല്ലാം മറികടന്നുകൊണ്ട് ലോങ് ടേമിൽ നിഫ്റ്റി മുന്നിലേക്ക് ഉയരുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ വിശ്വസിക്കുന്നുണ്ട്, രാജ്യത്തിന്റെ വളർച്ച മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ബിസിനസ് വളരുകയും അതോടൊപ്പം തന്നെ നിഫ്റ്റി വളരുകയും ചെയ്യും. നിഫ്റ്റി വളരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിഫ്റ്റി ബീസും വളരുന്നതായിരിക്കും. അപ്പോൾ രാജ്യത്തിന്റെ വളർച്ചയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്താണ് നിഫ്റ്റി ബീസ്, ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും, ഇതിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്നീ 3 കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളെ വിജയിക്കാൻ സഹായിക്കുന്ന മറ്റൊരു കിടിലം വീഡിയോയുമായിട്ട് കാണുന്നതുവരെ